രാജകുമാരി, നമ്മൾ വനത്തിൽ ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നവരല്ല. മുൻപിൽ എന്തൊക്കെ ആപത്തുകളുണ്ടെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. നാം ആപത്തുകളെ പേടിച്ചിരുന്നെങ്കിൽ കൊള്ളക്കാരെ അന്വേഷിച്ച് നാം ഈ വനത്തിനുള്ളിൽ പ്രവേശിക്കില്ലായിരുന്നു. അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടുന്ന് വന്നാലും കുമാരിയെ സുരക്ഷിതമായി രാജകൊട്ടാരത്തിൽ എത്തിച്ചാൽ നമ്മുടെ ചുമലിൽ നിന്ന് ഈ ഭാരം ഒഴിയും. എന്താ പറഞ്ഞത്? ഭാരമോ? നാം ഒരു ഭാരമാണെന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മെ തിരികെ എത്തിക്കേണ്ട കാര്യം എന്താണ്? നീ ചിരിക്കുകയാണോ? നീ എന്തിനാണ് ചിരിക്കുന്നത്? എത്ര മനോഹരമായ ദൃശ്യം! നാം അപ്പോൾ വീഴാൻ പോവുകയായിരുന്നു. വീണിരുന്നെങ്കിൽ മുറിവ് പറ്റിയേനെ. കുമാരിക്ക് മുറിവ് പറ്റിയോ? എവിടെ കാണിക്കൂ. സ്വന്തം കാര്യം എങ്ങനെ നോക്കണമെന്ന് കുമാരിക്ക് അറിയാം. ഇനി ഒരു തവണ കൂടി നമ്മെ സ്പർശിച്ച നമ്മുടെ ഉടവാൾ ഉത്തരം നൽകും. നമ്മുടെ കൈവിടൂ രാജകുമാരി. കൊള്ളാം കൊള്ളാം. നാവിന്റെ മൂർച്ച, മിഴികളുടെ മൂർച്ച, ഇനി ഉടവാളിന്റെ മൂർച്ചയും നാം സഹിക്കണം. രാജകുമാരി നടക്കൂ. അരുന്ധതി, നീ ഇതെന്തായി ചെയ്യുന്നത്? നമുക്ക് ഇയാളോട് സംസാരിക്കണം. അന്ന് ഇയാൾ കൊട്ടാരത്തിൽ വന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയേണ്ടത് ആവശ്യമാണ് അരുന്ധതി. നീ ഒരു കാര്യം ചെയ്യ്. നീ നമ്മുടെ പിന്നാലെ വരരുത്. കുമാരി, നമുക്കെന്നാൽ യാത്ര തുടങ്ങാം. നമ്മോട് അവിടുന്ന് ക്ഷമിച്ചാലും നാം ശരിക്കും കുമാരിയെ ഭാരമെന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. നാം ഉത്തരവാദിത്വം എന്ന് പറയാനാണ് ശ്രമിച്ചത്. ശരിക്കും കുമാരിയെ നാം ഇന്ന് സുരക്ഷിതമായ അതിർത്തിയിൽ എത്തിക്കുന്നത് വരേക്കും നമുക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ സുരക്ഷയെ കരുതി നീ ഇത്രയധികം ആശങ്കപ്പെടുന്നുണ്ടോ? എന്നാൽ കൃത്യം ഒരു ദിവസം മുൻപ് നമ്മുടെ പിതാശ്രീക്കെതിരെ ആക്രമണം നടത്തിയത് എന്തിനാ? കുമാരിയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ നമുക്കാവില്ല. ഇത്രയ്ക്ക് ശാഠ്യമോ? എങ്കിൽ ശരി, മുൾച്ചെടി പോലെ ഉറച്ചു നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ നാമും അത്രയും മോശമല്ല. നിങ്ങൾ ഉത്തരം നൽകിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഉത്തരം നൽകിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ? നമ്മെ ശൂലത്തിലേറ്റുമോ? അതോ നമ്മുടെ ശിരസറക്കുമോ? ഓ, അവിടുന്ന് രൂപനഗരത്തിലെ രാജകുമാരിയല്ലേ? അതിനർത്ഥം അവിടുന്ന് നമ്മുടെ ഹത്യ നടത്താൻ പോലും തയ്യാറാകുമെന്ന. എന്താ ഇത് രാജകുമാരി? നമുക്ക് ആ ഉത്തരം ലഭിക്കുന്നത് വരേക്കും നാം ഇവിടെ നിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കില്ല. അവിടുന്ന് ഈ ചെയ്യുന്നത് എന്താണ്? അങ്ങ് രൂപനഗരത്തിലെ രാജകുമാരിയാണ്.
രാജകൊട്ടാരത്തിലെ ആരെങ്കിലും ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർവനാശം സംഭവിക്കും. എങ്കിൽ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. ഭഗവാനെ, ഇത്രയേറെ സമയം കഴിഞ്ഞിട്ടും ഈ ദുഃഖം അകന്നു പോകുന്നേയില്ലല്ലോ. സങ്കടത്തോടെ ഉറങ്ങാൻ കിടന്നതല്ലേ, ഇനിയും എഴുന്നേറ്റിട്ടില്ല. രൂപവതി, നമ്മുടെ പുത്രി, നീ എപ്പോഴും ഇവിടെ ശയിക്കുന്നത് എന്തിനാണ്? ഭോജനമൊന്നും കഴിച്ചിട്ടേയില്ല. നിനക്ക് നന്നായി വിശക്കുന്നില്ലേ രൂപവതി? ഉണരൂ, ഉണരൂ നമ്മുടെ പുത്രി. നാം നമ്മുടെ കരം കൊണ്ട് നിനക്ക് ഭക്ഷണം നൽകാം. എഴുന്നേൽക്ക്.